റാഞ്ചി എയർ ആംബുലൻസ് അപകടത്തിൽ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് വിമാനത്തിന് ഗതി മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നതായി റിപ്പോർട്ട്. കൊൽക്കത്ത ATS ആണ് ഗതി മാറ്റാൻ വിമാനത്തിന് നിർദ്ദേശം നൽകിയത്. തൊട്ടു പിന്നാലെ വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. മോശം കാലാവസ്ഥയാകാം അപകടത്തിന് കാരണമെന്ന് റാഞ്ചി വിമാനത്താവള ഡയറക്ടർ വിനോദ് കുമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ പറയും. ശ്യാമ, ഇന്നലെ വൈകുന്നേരം റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന എയർ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരും 2 ജീവനക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും മരണപ്പെട്ടു. ഇന്നലെ 7:10 സ്ഥിരീകരിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രാഥമിക നിഗമനം തന്നെ അത്തരത്തിലായിരുന്നു. അതായത് ശക്തമായ ഇടിമിന്നലാണ് ഈ അപകടത്തിന് കാരണമെന്ന്. കാരണം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ് ATCക്ക് ചില അഭിപ്രായങ്ങൾ, അതായത് ഈ റൂട്ട് മാറ്റി തന്നില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്ത ATC റൂട്ട് മാറി സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ള അനുമതിയും നൽകി. എന്നാൽ പെട്ടെന്ന് തന്നെ വിമാനവുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ATC വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അംഗങ്ങൾ ഈ പ്രദേശത്തെത്തി തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. മാത്രമല്ല വിമാനത്തിന്റെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഓറഞ്ച് ബോക്സ് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് വ്യോമയാന ഗതാഗത മന്ത്രാലയം പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓപ്പറേറ്റേഴ്സ് വ്യക്തമാക്കുന്നത്, ഈ നേരത്തെ ഉണ്ടായ ചില വിമാന അപകടങ്ങൾ മൂലം തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വിമാനത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മോശം കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ്. ശ്യാം.